പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ, പ്രാണപ്രിയ യേശുനാഥ. പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. അമേരിക്കയിലെ ഒരു റെഡ് ഇന്ത്യന് ഒരിക്കൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ടതായിട്ട് കേട്ടിട്ടുണ്ട്. മാലാഖ വലിയൊരു ലിസ്റ്റുമായിട്ടാണ് ഈ റെഡ് ഇന്ത്യക്കാരന് പ്രത്യക്ഷപ്പെട്ടത്. ആ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് റെഡ് ഇന്ത്യനോട് പറഞ്ഞു, ഞാനിതാ ഇന്നൊരു ലിസ്റ്റുമായിട്ടാണ് നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, എന്താണ് ഈ ലിസ്റ്റ്? മാലാഖ പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു വലിയ പട്ടികയാണ് എൻ്റെ കൈവശമുള്ളത്. നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ പേര് അതിലുണ്ടോ എന്ന് അറിയാമെന്ന് പറഞ്ഞു. ഈ റെഡ് ഇന്ത്യൻ ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് മാതൃകകൾ മറ്റുള്ളവർക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സ്വഭാവ സവിശേഷതകൾ ഏറെയുള്ള ഒരു വ്യക്തിയാണ്. ഒരു നല്ല ദൈവവിശ്വാസിയാണ്. ആരാധനാദി കാര്യങ്ങളിൽ വളരെ തീഷ്ണതയുള്ള മനുഷ്യനാണ്. ഒരു പരോപകാരിയാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും വളരെ മാതൃകായോഗ്യമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ. എന്നാൽ മാലാഖ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റ് ഇയാളുടെ കയ്യിലേക്ക് കൊടുത്തു. ഈ മനുഷ്യൻ നോക്കിയപ്പോൾ അതിൽ ഒത്തിരി പേരുടെ പേരുകളുണ്ട്, പക്ഷെ തൻ്റെ പേര് അതിൽ കാണുന്നില്ല. ഈ റെഡ് ഇന്ത്യക്കാരന് വളരെ വലിയ ദുഃഖമായി. അദ്ദേഹം മാലാഖയോട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എൻ്റെ പേരില്ല. മാലാഖ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എൻ്റെ കൈവശം മറ്റൊരു ലിസ്റ്റുണ്ട്. അതിൽ ഒരു പക്ഷെ നിന്റെ പേര് കാണാൻ സാധ്യതയുണ്ട്. നീ നല്ലൊരു മനുഷ്യനാണ്, ഭക്തി ജീവിതം നയിക്കുന്നവനാണ്, പരോപകാരിയാണ്, മറ്റുള്ളവർക്ക് ഏറെ സഹായിയാണ്. അതുകൊണ്ട് തീർച്ചയായും അടുത്ത ലിസ്റ്റിൽ നിന്റെ പേര് ഉണ്ടായിരിക്കും. മാലാഖ അടുത്ത ഒരു വലിയ ചുരുൾ നിവർത്തി അദ്ദേഹത്തെ കാണിച്ചു. എന്നിട്ട് മാലാഖ പറഞ്ഞു, ഈ ലിസ്റ്റ് ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റല്ല, ദൈവം സ്നേഹിക്കുന്നവരുടെ ലിസ്റ്റാണ്. ഈ റെഡ് ഇന്ത്യക്കാരൻ നോക്കുമ്പോൾ ആദ്യ ഭാഗത്ത് തൻ്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ വലിയ സന്തോഷമായി. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പട്ടികയിലല്ല എൻ്റെ പേര്, ദൈവം സ്നേഹിക്കുന്നവരുടെ പട്ടികയിലാണ് എൻ്റെ പേര് ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് വേണ്ടതും ദൈവം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുക എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരുടെ സംഖ്യ വളരെ വലിയതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പരിശ്രമിക്കുന്നവരുടെ എണ്ണം അതിനേക്കാൾ വലുതാണ്. മറ്റുള്ളവർ കാണുക ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നവരും, എന്നാൽ വ്യക്തിജീവിതത്തിൽ ദൈവസ്നേഹമില്ലാത്തവരുമായിട്ടുള്ള അനേകം പേരുടെ പേരുകളും ഈ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ ദൈവം സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ദൈവം സ്നേഹിക്കുന്നവരിൽ ഒരാളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ ഇഹലോക ജീവിതത്തിലെ സാഹചര്യങ്ങൾ, നമ്മുടെ മാനുഷിക ബന്ധങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, നമ്മുടെ സദാചാര ബോധം, ധാർമ്മിക ബോധം, ഇതെല്ലാം നമ്മെ
ദൈവത്തിന് സ്നേഹമുള്ള പാത്രങ്ങളാക്കി മാറ്റുവാൻ മുഖാന്തിരമായിട്ട് തീരണം. നിസ്വാർത്ഥമായ സ്നേഹവും ശുശ്രൂഷാ ജീവിതവും കൂടുതൽ ദൈവത്തിന് പ്രീതിപ്പെട്ടവരായിരിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാണപ്രിയ യേശു